പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു ബ്രേക്കിന് ശേഷമാണിപ്പോൾ ഞാൻ ഈ തിരുവചനങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ സമയമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്ന വചനങ്ങൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൽ നിന്നാണ്. കാരണം അതിൽ കർത്താവ് പറയുന്ന കർത്താവിൻ്റെ ഒരു മനോഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കർത്താവ് എല്ലാവരോടും ദയ കാണിക്കുന്നുണ്ടോ? വചനമനുസരിച്ച് കർത്താവ് 9-ാം അധ്യായം 15-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും, എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും എന്ന് അവിടുന്ന് മോശയോട് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. മനസ്സിലായില്ലേ? നമ്മൾ ദൈവത്തിന് വിധേയനായിട്ട് ജീവിക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് അവിടെ ദൈവം വേണ്ടത് ചെയ്തു തരും. ദൈവത്തിൻ്റെ ആ ദയവും കാരുണ്യവും നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. അതായത് ഞാനത് ആ വചനം അങ്ങ് വായിക്കാം. 6 മുതലുള്ള തിരുവചനങ്ങൾ, 9-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ ദയവായി ശ്രവിക്കുക കേട്ടോ. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. എന്തെന്നാൽ ഇസ്രായേൽ വംശജരെല്ലാം ഇസ്രായേൽക്കാരല്ല. അബ്രാഹത്തിൻ്റെ സന്തതി ആയതുകൊണ്ട് അവരെല്ലാം മക്കളായിരിക്കണമെന്നില്ല. ഇസഹാക്ക് വഴിയുള്ളവരായിരിക്കും നിൻ്റെ സന്തതികളായി അറിയപ്പെടുക. ഇസഹാക്ക് വഴി, മനസ്സിലായോ? അപ്പം അബ്രാഹത്തിൻ്റെ മകനാണ് ഇസഹാക്ക്, വാഗ്ദാനപ്രകാരം ഉണ്ടായ മകനാണ്. അല്ലാതെ ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ ഹാഗാറിലുണ്ടായൊരു മകനുണ്ട്, അയാളെപ്പറ്റി ഇവിടെ പറയുന്നില്ല. പക്ഷേ ഇത് വാഗ്ദാനപ്രകാരമുള്ള മകനാണ് ഇസഹാക്ക്. ഇസഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോയ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, നീ നിൻ്റെ മകനെ എനിക്ക് ബലി കഴിക്കണമെന്ന് പറഞ്ഞില്ലേ? മോറിയ മലയിൽ പോയി അയാളെ ബലി കഴിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അറിയാമല്ലോ, വിറകെല്ലാം അടുക്കി വെച്ച് അതിന്മേൽ കിടത്തി കത്തി എടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അരുതെന്ന് പറഞ്ഞു. അതായത് ദൈവം തന്നെ പറയുകയാണ് അരുതെന്ന്. കാരണം അബ്രാഹത്തിൻ്റെ വിശ്വാസം അത്ര വലുതായിരുന്നു. ഏക മകൻ, വാഗ്ദാനപ്രകാരം ഉണ്ടായ ഏക മകനാണല്ലോ ഇസഹാക്ക്, അല്ലെങ്കിൽ ഐസക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ആ മകനെ കൊല്ലാനാണ് പറഞ്ഞത്, ആ മകനെ ബലി കഴിക്കാനാണ് കർത്താവ് അരുളിച്ചത്. പക്ഷേ അബ്രാഹത്തിൻ്റെ വിശ്വാസം അത്ര വലുതായിരുന്നു. അതുകൊണ്ട് അബ്രാഹം അതുപോലെ തന്നെ അങ്ങ് ചെയ്യാൻ തീരുമാനിച്ചു. മകനെ കൊണ്ട് വിറക് ചുമപ്പിച്ച് അവൻ നേരെ മോറിയ മലയിൽ പോയി വിറകിൻ്റെ മുകളിൽ അയാളെ കിടത്തി, അയാളെ കൈയും കാലും എല്ലാം കെട്ടിവെച്ചിട്ട് കത്തി എടുത്തപ്പോഴാണ് പറയുന്നത്. അപ്പോൾ ആ വിശ്വാസം കണ്ടോ? അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു മകനാണ് ഇസഹാക്ക്. അപ്പം ആ ഇസഹാക്കിൽ നിന്നുള്ള മക്കൾ, അതാണ് വാഗ്ദാനപ്രകാരം ഉണ്ടായ മക്കൾ. അതായത് വംശമുറയ്ക്കുള്ള മക്കളല്ല, ദൈവത്തിൻ്റെ മക്കൾ. പ്രത്യുത വാഗ്ദാനപ്രകാരം ജനിച്ചവരാണ് യഥാർത്ഥ മക്കളായി കണക്കാക്കപ്പെടുന്നത്. വാഗ്ദാനം ഇതാണ്: ഒരു നിശ്ചിത സമയത്ത് ഞാൻ വരും, അന്ന് സാറായിക്ക് ഒരു മകൻ ഉണ്ടായിരിക്കും. അതവരാരും വിശ്വസിച്ചില്ല. കാരണം സാറ ഇത് പറഞ്ഞ് കേട്ടപ്പോൾ ചിരിക്കുകയാണ് ചെയ്തതല്ലേ. കുനിഞ്ഞു കിടന്ന് ചിരിക്കുകയായിരുന്നു നമ്മൾ വചനം വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലുണ്ടത്. അപ്പം അവർ ഇത്രയും പ്രായമായി ഇനി കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് ഓർത്തായിരിക്കും ചിരിച്ചത്. പക്ഷേ ദൈവം പറഞ്ഞത് സംഭവിച്ചു. അന്ന് സാറായിക്കൊരു മകനുണ്ടായിരിക്കും. മാത്രമല്ല, നമ്മുടെ പൂർവ്വപിതാവായ ഇസ്ഹാക്ക് എന്ന ഒരേ ആളിൽ നിന്ന് റെബേക്കായും കുട്ടികളെ ഗർഭം ധരിച്ചു. എന്നാൽ അവർ ജനിക്കുകയോ നന്മയോ തിന്മയോ ആയി എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്തതിന് മുമ്പ് തന്നെ അവൾക്ക് ഇപ്രകാരം അറിയിപ്പുണ്ടായി: ജ്യേഷ്ഠൻ അനുജൻ്റെ സേവകനായിരിക്കും. ആരാ ജ്യേഷ്ഠൻ? ഏസാവും യാക്കോബും എന്നാണല്ലോ അവരുടെ പേരുകൾ. ഇരട്ടക്കുട്ടികളായിരുന്നു. പക്ഷേ ആദ്യം ഉണ്ടായത് ഏസാവായിരുന്നു. ഏസാവിന് ശേഷം ആണ് യാക്കോബ് ഉണ്ടായത്. അതായത് ഇസഹാക്കിൻ്റെ മക്കൾ. പക്ഷേ എന്തു പറ്റി? ജ്യേഷ്ഠൻ അനുജൻ്റെ സേവകനായിരിക്കും എന്ന് പറഞ്ഞാൽ ഏസാവ് യാക്കോബിൻ്റെ സേവകനായിരിക്കുന്ന ഒരു
അറിയിപ്പുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യം പ്രവൃത്തികൾ മൂലമല്ല, അവിടുത്തെ വിളി മൂലം തുടർന്ന് പോകേണ്ടതിനാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള, നമുക്ക് ദൈവത്തിൻ്റെ അത്രയും എന്നാ നമ്മൾ പറയുന്നത്, നമ്മുടെ ബുദ്ധിയൊക്കെ ഒന്നുമില്ലല്ലേ, ദൈവത്തിൻ്റെ അതായിട്ടുള്ള ജ്ഞാനവും അറിവ്, സർവ്വജ്ഞാനിയായ ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ വല്ലൊരു ആണോ? അവിടുത്തെ വിളി മൂലം തുടർന്ന് പോകേണ്ടതിനാണ് ഇത് സംഭവിച്ചത്. യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു, ഏസാവിനെ ആകട്ടെ ഞാൻ വെറുത്തു എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നാം എന്ത് പറയണം? ദൈവത്തിൻ്റെ ഭാഗത്ത് അനീതി ഉണ്ടെന്നോ? നമുക്ക് തോന്നും പെട്ടെന്നല്ലേ, അനീതി പോലെ തോന്നും. ഒരിക്കലുമല്ല. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കുകയും എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും ഞാൻ എന്ന് അവിടുന്ന് മോശയോട് അരുളി ചെയ്തു കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് 9-ാം അധ്യായം 15-ാം തിരുവചനം. ഞാൻ ഒന്നുകൂടെ വായിക്കാം. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും, എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും എന്ന് അവിടുന്ന് മോശയോട് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം കേട്ടോ. അപ്പം നമ്മൾ ദൈവത്തിരുമുമ്പാകെ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നവരോട് ദൈവം തീർച്ചയായിട്ടും കരുണ കാണിക്കും, ദയയുണ്ടാവും. നമ്മളോട് ദൈവം കരുണ കാണിക്കും. വിശുദ്ധ ഗ്രന്ഥം ഞാൻ തുടർന്ന് വായിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥം പറവയോട് പറയുന്നു, ഭൂമിയിലെങ്ങും എൻ്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുന്നതിനും വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത്. താൻ ഇച്ഛിക്കുന്നവരോട് അവിടുന്ന് കരുണ കാണിക്കുന്നു, അതുപോലെ താൻ ഇച്ഛിക്കുന്നവരെ കഠിനഹൃദയരാക്കുകയും ചെയ്യുന്നു. നോക്ക്, അപ്പം നമ്മളോട് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. എന്നതാണ്? ദൈവത്തിന് ഇഷ്ടമുള്ളവരുടെ ദൈവം കരുണ കാണിക്കുകയുള്ളൂ. പക്ഷെ അത് ചോദിക്കാൻ ഇവിടെ വേറൊരു വചനം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം, അങ്ങനെയെങ്കിൽ അവിടുന്ന് എന്തിന് മനുഷ്യനെ കുറ്റപ്പെടുത്തണം? അവിടുത്തെ ഹിതം ആർക്ക് തടുക്കാൻ കഴിയും? ദൈവത്തോട് വാഗ്വാദം നടത്തുവാൻ മനുഷ്യ നീ ആരാണ്? വചനമാകട്ടോ, 9-ാം അധ്യായം 19-20. നീ എന്തിനാണ് എന്നെ ഈ വിധത്തിൽ നിർമ്മിച്ചത് എന്ന് പാത്രം കുശവനോട് ചോദിക്കുമോ? കുശവൻ്റെ ഇഷ്ടപ്രകാരം കുശവൻ പാത്രം ഉണ്ടാക്കുമല്ലേ, അല്ലാതെ പാത്രത്തിന് തീരുമാനിക്കാൻ പറ്റുമോ? ഇല്ല, കുശവനാണ് തീരുമാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവമാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. ഒരേ കളിമൺ പിണ്ഡത്തിൽ നിന്നും ശ്രേഷ്ഠമോ ഹീനമോ ആയ ഉപയോഗത്തിനുള്ള പാത്രങ്ങൾ നിർമ്മിക്കാൻ കുശവന് അവകാശമില്ലേ? അപ്പോൾ ഈ കുശവൻ്റെ സ്ഥാനത്താണ് ദൈവത്തെ നമ്മൾ കാണേണ്ടത്. ദൈവമാണ് ഇതെല്ലാം തീരുമാനിക്കുന്നതും ചെയ്യുന്നതും. ദൈവം തന്നെ ക്രോധം വെളിവാക്കാനും ശക്തി അറിയിക്കാനും ആഗ്രഹിച്ചുകൊണ്ട് നശിപ്പിക്കപ്പെടാൻ വേണ്ടി നിർമ്മിച്ച ക്രോധപാത്രങ്ങളോട് വലിയ ക്ഷമ കാണിച്ചെങ്കിൽ അതിലെന്ത്? അത് താൻ മഹത്വത്തിനായി മുൻകൂട്ടി തയ്യാറാക്കിയിരുന്ന കൃപാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള തൻ്റെ മഹത്വത്തിൻ്റെ സമ്പത്ത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളിവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിന്തിക്കേണ്ടതും ധ്യാനിക്കേണ്ടതായ കാര്യം, റോമാക്കാർക്ക് ലേഖനം 9-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ 9:15 വളരെയധികം നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം ഈ ദൈവവചനം നമുക്കറിയാവുന്ന പോലെ വളരെയധികം ശക്തി നിറഞ്ഞ വചനമാണ് അല്ലേ. ദൈവവചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം തന്നെയാണ് യേശു അല്ലേ. ആ യേശു, ആ ദൈവവചനം മാംസമായതാണ് യേശു ക്രിസ്തു അല്ലേ. നമ്മളിപ്പോൾ ഇന്നിപ്പം 1-ാം തീയതിയാണ്, ഡിസംബർ 1-ാം തീയതിയാണ്, അഡ്വൻ്റ് 1 അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, യേശു മറിയത്തിൻ്റെ ഉദരത്തിൽ ജനിച്ചത് ദൈവത്തിൻ്റെ വചനം മാംസമായി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും, അല്ലെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന ഇപ്രകാരമാണ്. എല്ലാവരോടൊന്നും ചിലപ്പോൾ ദയ കാണിച്ചെന്ന് വരത്തില്ല ദൈവം. കുശവൻ്റെ കാര്യം പറഞ്ഞല്ലേ, കുശവന് ഇഷ്ടമുള്ളതുപോലെ ഓരോ പാത്രങ്ങളുണ്ടാക്കും. ആ പാത്രം ചിലപ്പം ഹീനമായ പ്രവൃത്തികൾക്കുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്കുള്ളതായിരിക്കാം. പക്ഷെ അത് തീരുമാനിക്കുന്നത് കുശവനാണ്. എന്ന് പറഞ്ഞ പോലെ എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും.
എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും ദൈവത്തോട് വാഗ്വാദം നടത്താൻ മനുഷ്യ നീ ആരാണ് എന്ന് പറയുന്ന വചനമുണ്ടല്ലോ ഇവിടെ 9:20 തിരുവചനം അല്ലേ? ദൈവത്തോട് വാഗ്ദാനം നടത്താൻ മനുഷ്യ നീ ആരാണ്? നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്യുക നമ്മളെ കൊണ്ട് പറ്റുമോ? നമ്മൾ വെറും പൂഴിയും പൊടിയും ചാരുമായി നമുക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള യോഗ്യതകളുണ്ടോ ദൈവത്തെ ചോദ്യം ചെയ്യാൻ? അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ആ പ്രസാദം അത് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുക. അതിനുള്ളൊരു ഒരു കാര്യമാണ് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക, നമ്മൾ ദൈവവചനങ്ങൾ പാലിക്കുക, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുക, പരസ്പരം സ്നേഹിക്കുക, തന്നെത്താൻ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുക. ഇതൊക്കെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ? നിൻ്റെ സഹോദരനോട് നീ കരുണ കാണിക്കുക. നിൻ്റെ സഹോദരനോട് നീ കരുണ കാണിക്കുമ്പോൾ ദൈവം നമ്മളോടും കരുണ കാണിച്ചിരിക്കും, ഉറപ്പാണ്. അതാണ് ഇവിടെ. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും. ഞാനത് ആവർത്തിക്കുക ആ വചനം കേട്ടോ. എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും. അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. അപ്പോൾ ആ ദയ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് എപ്പോഴും. ദൈവത്തിൻ്റെ ആ ദയ നമ്മൾ സമ്പാദിച്ചെടുക്കണം. അതിന് വേണ്ടുന്ന ഏറ്റവും നല്ല നമ്മൾ ഒന്നാമത്തെ നമ്പർ 1 വിശ്വാസം. ദൈവത്തിൽ ആഴമേറിയ വിശ്വാസം വേണം നമുക്ക്. വിശ്വാസം എവിടെ നിന്നാണ് കിട്ടുന്നത്? ദൈവം തരുന്നത് നമുക്ക് വിശ്വാസം. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ ദയ കാണിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വരദാന ഫലങ്ങൾ കൊണ്ട് നമ്മൾ നിറയും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഇന്നേ ദിവസം പങ്കുവെക്കാനുള്ള ഇപ്പോൾ ഞാൻ ഈ വചന വിചിന്തനത്തിൽ നിങ്ങളോടായിട്ട് പങ്കുവെക്കാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുക. ഇപ്പോൾ ഈ 25 നോയമ്പ് ഇന്ന് തുടങ്ങി. അപ്പോൾ ഓരോ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഭാഗത്ത് ഒത്തിരിയധികം തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ട്. അഹങ്കാരം, കോപം, മറ്റുള്ളവരുടെ ദയയില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കുറവുകൾ നമ്മളിലുണ്ട്. അവിശ്വാസം, ഇതെല്ലാം നമ്മൾ പരിഹരിക്കണം. ഇതെല്ലാം ഓരോന്ന് നമ്മൾ പരിഹരിച്ച് അതിന് പകരമായിട്ടുള്ള പുണ്യങ്ങൾ അഭ്യസിക്കുമ്പോൾ നമ്മളിൽ ദൈവത്തിൻ്റെ പ്രസാദം ഉണ്ടാകും. അപ്പോൾ ദൈവം നമ്മളിൽ പ്രസാദിച്ച് നമുക്ക് വേണ്ടുന്ന എല്ലാ വരദാന ഫലങ്ങൾ കൊണ്ട് നമ്മളെ നിറയ്ക്കും. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വരദാനം എന്നതാണ് പരിശുദ്ധാത്മാവ് തന്നെ അല്ലേ? ജീവജലത്തിൻ്റെ ഉറവ ആണ് പരിശുദ്ധാത്മാവ് അല്ലേ? സമറിയക്കാരി സ്ത്രീയോട് പറയുന്നില്ലേ 4-ാം അധ്യായത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നില്ലേ, നിനക്ക് ഞാൻ ഒരു ജലം തരും. അത് എന്തായിരുന്നു? ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്നുള്ള ജലമാണ്. അത് കുടിക്കുന്നവർക്ക് ദാഹിക്കുകയില്ലെന്ന് ഈശോ സമറിയക്കാരോട് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അത് തരണേ, കുറച്ച് വെള്ളം തരണേ എന്ന് പറയുന്നുണ്ട് സമറിയക്കാരി അല്ലേ? പക്ഷേ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെന്ന് അവൾക്ക് മനസ്സിലായില്ലായിരുന്നു. കിണറിൽ നിന്ന് കോരിയെടുക്കുന്ന വെള്ളം പോലെയാണ് അവൾ വിചാരിച്ചത്. അപ്പം ഇവിടെയാണ് നമ്മൾ ദൈവത്തെ ആദ്യം നമ്മൾ പ്രസാദിപ്പിക്കുക. അതിന് വേണ്ടുന്ന ദൈവപ്രമാണങ്ങൾ നമ്മൾ അനുസരിക്കുക. ദൈവപ്രമാണങ്ങളെല്ലാം നമ്മൾ പഠിക്കുക. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഉദാഹരണത്തിന് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്നുള്ള 4-ാമത്തെ ദൈവകൽപ്പന. ഭൂമിയിൽ നല്ല കാലത്തോളം ജീവിച്ചിരിക്കാൻ വേണ്ടി നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളൊരു 4-ാമത്തെ പ്രമാണമുണ്ടല്ലേ? അതെല്ലാം ഒത്തിരിയധികം ഈ കാലഘട്ടങ്ങളിൽ ലംഘിക്കപ്പെടുന്നുണ്ട്. മാതാപിതാക്കന്മാരോട് കരുണ കാണിക്കാത്ത എത്രയോ ആളുകളുണ്ടെന്നറിയാമോ? മാതാപിതാക്കന്മാരെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് തള്ളിയിട്ട് ഏതെങ്കിലും ഒരു അഗതി മന്ദിരത്തിലോ എവിടെയെങ്കിലും കൊണ്ട് ഇട്ടിട്ട് അവിടെ കുറച്ച് പൈസ ഏൽപ്പിക്കും. അവർക്ക് കിട്ടേണ്ട സ്നേഹം അവർക്ക് കിട്ടുന്നുണ്ടോ? നമ്മളെ നക്കി മുത്തി വളർത്തിയ അമ്മയും അപ്പനെയൊക്കെ നമ്മൾ വല്ലയിടത്തും കൊണ്ട് തള്ളിയിട്ട് പോന്നാൽ ഒക്കുമോ? ഓൾഡ് ഏജ് ഹോമിലൊക്കെ. അതാ ഇന്ന് നടക്കുന്ന ഒരു കാര്യം. ദൈവപ്രമാണത്തെ ശരിക്കും നമ്മൾ ലംഘിക്കുകയല്ല ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണീശോയുടെ ജനനമാണ് നമ്മൾ ധ്യാനിക്കുന്നതും അത് ആഘോഷിക്കാൻ പോവുകയാണ് 25-ാം തീയതി, ഡിസംബർ 25. പക്ഷെ ഉണ്ണീശോ ദൈവപുത്രനായിരുന്നിട്ട് പോലും ദൈവമാണ്. തച്ചൻ്റെ പണി ചെയ്ത് സമ്പാദിക്കുകയാണ് ചെയ്തത് അല്ലേ? ആ കുടുംബത്തെ പോറ്റി.
ഔസേപ്പ് പിതാവ് ഉണ്ടായിരുന്നു കൂടെ. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞ് ഔസേപ്പ് പിതാവ് മരിച്ചു പോയില്ലേ. പിന്നീടുള്ള കാലം 30 വയസ്സ് വരെ മാതാവിനെ സഹായിച്ചുകൊണ്ടിരുന്നത് ഈശോയാണ്. ഈശോ ഒരു തച്ചനായിരുന്നു. ഔസേപ്പ് പിതാവും തച്ചനായിരുന്നു. ഔസേപ്പ് പിതാവാണ് ഈശോയെ ആ പണിയൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് തന്നെ, അല്ലേ? ഇത് നമ്മൾ മനസ്സിലാക്കണം. മാതാപിതാക്കന്മാരെ അനുസരിക്കുക, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക, അവർക്ക് വേണ്ടുന്നത് കൊടുക്കുക. അവരെ ഏതെങ്കിലും ഒരു കോർണറിൽ കൊണ്ടുപോയി നമ്മൾ തള്ളിയിടുക അല്ല വേണ്ടത്. അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്ത് അവരെ ശുശ്രൂഷിക്കുക. അല്ലാതെ ദൈവത്തിൻ്റെ കരുണ കിട്ടുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട. നമ്മൾ ദൈവ പ്രമാണങ്ങൾ ലംഘിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടാനുള്ള ഒരു ദയയും ദൈവത്തിൽ നിന്ന് കിട്ടിയല്ല. ഒത്തിരി അധികം അങ്ങനെയുള്ള പ്രമാണങ്ങളുണ്ട്. പിന്നെ 6ാമത്തെ പ്രമാണം എത്രയോ പേരായി ഇന്ന് ലംഘിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് ഈ പോർണോ പടങ്ങളൊക്കെ എത്ര പേരിരുന്ന് കാണുന്നുണ്ടായിരിക്കും, അല്ലേ? കാരണം നമ്മുടെ ഈ മൊബൈലിൽ തന്നെ അതെല്ലാം കാണാനുള്ള സൗകര്യമുണ്ട്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ കാണാൻ പറ്റും. ഒത്തിരി ആളുകളത് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോകത്തിൽ ഒത്തിരിയധികം ബലാത്സംഗങ്ങളും ഇതുപോലെയുള്ള സ്ത്രീകളെ പീഡിപ്പിച്ച ചില കുഞ്ഞുങ്ങളെ പോക്സോ കേസുകളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം തന്നെ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു മാരക പാപമാണ്. നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ കണ്ണുകൾ കൂടിയാണ് ഇതെല്ലാം നമ്മൾ കാണുന്നത്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചാണ് ഇത് കാണുന്നത്, അല്ലേ? അപ്പം അതുവഴി നമ്മൾ വലിയ ഘോര പാപമാണ് ചെയ്യുന്നത്. അതാരും മനസ്സിലാക്കുന്നില്ല. മറ്റുള്ളവരുടെ നഗ്നത കാണാൻ നമുക്കെന്താ കാര്യം? അല്ലെ, മറ്റുള്ളവർ ഇപ്പോൾ അതിപ്പോൾ നമ്മൾ ശരിക്കും കാണുന്നത് വ്യഭിചാരമാണ് അവിടെ കാണുന്നത്, പോർണോയിൽ കൂടെ കാണുന്നത്. അതൊന്നും ഒരിക്കലും നമ്മൾ കാണാൻ പോകരുത്, ഒരിക്കലും. നമ്മുടെ വിശുദ്ധി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വിശുദ്ധി പാലിക്കുക എന്നുള്ളതാണ്. വിശുദ്ധിയിൽ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗ്ഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ, ഇല്ലേ? എവിടെയെല്ലാം ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ബൈബിളിൻ്റെ പല ഭാഗത്തായിട്ട് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലൊക്കെ പറയുന്നുണ്ടത്. നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണം. കാരണം ഈ കാലഘട്ടങ്ങൾ നമ്മളെല്ലാം അടുത്തടുത്തടുത്ത് വരികയാണ്. ഓരോ കർത്താവിൻ്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളതുകൊണ്ട് നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ ദൈവപ്രമാണങ്ങൾ നമ്മൾ ഓരോന്ന് ധ്യാനിക്കുക. അത് ലംഘിക്കുന്നുണ്ടോ, അത് നമ്മൾ പാലിച്ചാണ് പോകുന്നത് എന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ധ്യാനിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകണം. ഏതെങ്കിലും ഞാനത് ലംഘിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം നമ്മളോട് പ്രസാദിക്കും. അതാണ് ഞാൻ പറയാൻ വന്നത്. അതുകൊണ്ടാണ് എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും. കാരണം എൻ്റെ ദൈവപ്രമാണങ്ങൾ, ഞാൻ കൊടുത്ത പ്രമാണങ്ങളൊക്കെ ലംഘിക്കാതെ അതൊക്കെ വിശ്വസ്തരായി പോകുന്ന, പാപം ചെയ്യുവാൻ അവസരം ഉണ്ടായിട്ടും പാപം ചെയ്യാതിരിക്കുന്നവൻ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, അല്ലേ? നമുക്ക് പാപം ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്, പക്ഷെ നമ്മൾ പാപം ചെയ്യുന്നില്ല. അതാണ് ദൈവ തിരുസന്നിധിയിൽ എത്രയോ വലിയൊരു കാര്യമാണെന്നറിയോ. അപ്പം നമ്മൾ പാപം ചെയ്യാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളെല്ലാം നമുക്കുണ്ട്, പക്ഷെ നമ്മൾ പാപം ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകണം. അങ്ങനെ നമ്മൾ മാറണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ മേൽ ചൊരിയപ്പെടുന്നത്. ദൈവം കരുണ കാണിക്കാൻ തുടങ്ങി. ഈ 9-ാം അധ്യായത്തിൽ റോമാക്കാർക്ക് എഴുതിലെ 9-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മളിൽ നടക്കും. ദൈവം നമ്മളോട് കരുണ കാണിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. ആമേൻ.